ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 203 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഏലിയാവ് എലീശായോടെ നമുക്ക് ഗിൽഗാലിൽ പോകാം. ഗിൽഗാലിൽ തനിക്കൊരു പ്രവർത്തനമുണ്ട്, അവിടെ സ്ഥാപനമുണ്ട്. എന്നിട്ട് ഏലിയാവ് എലീശയോട് പറയുന്നു, നീ ഇതെല്ലാം നോക്കിക്കോ, താമസിച്ചോ. എലീശയുടെ ഒറ്റ മറുപടി, ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്റെ കൂടെ വരും. കാരണം ഈ സ്ഥാപനങ്ങളെക്കാട്ടിലും ഒക്കെ വലിയത് ഏലിയാവിന്മേൽ ഒരു പവർ ഉണ്ടെന്ന് എലീശ മനസ്സിലാക്കി. രണ്ടാമത്തെ സ്ഥലമായ ബഥേലിൽ ചെന്നു. അവിടെയും പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോളം പറഞ്ഞു, നീ എടുത്തോളം പറഞ്ഞു. അവിടെയും തന്നെ മറുപടി, ഞാൻ നിന്നെ വിടുകയില്ല, യഹോവയാണ് നിന്റെ കൂടെ തന്നെ വരുമെന്ന് പറഞ്ഞു. അടുത്ത മൂന്നാമത്തെ സ്ഥലമാണ് എരിഹോ. എരിഹോവിൽ ചെന്നപ്പോൾ ഇതെന്നെ പറയുകയാണ്, എലീശായി നീ ഇവിടെ താമസിച്ചോ. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റ വാക്കേ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ വിടുകയില്ല. നാലാമത്തെ സ്ഥലമായിരിക്കുന്ന യോർദാൻ. അവിടെ ചെന്നപ്പോഴും ഏലിയാവ് എലീശയോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു, നീ എടുത്തോളം പറഞ്ഞു, യഹോവയാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഏലിയാവിന്റെ പിന്നാലെ പോയി എന്ത് കിട്ടും? 4 സ്ഥാപനങ്ങളൊക്കെ കിടക്കുന്നു, പ്രവാചക ശിഷ്യന്മാർ ധാരാളമുണ്ട്. ആകെപ്പാടെ സ്വത്തെന്ന് പറയുന്നത് ഒരു പുതപ്പ്, വർഷങ്ങളായൊരു പുതപ്പ്. അതല്ലാതെ സ്വന്തമായിട്ട് സ്വത്തെന്ന് പറയാൻ ഏലിയാവെന്ന വലിയ മനുഷ്യനെ ഉണ്ടായിരുന്നില്ല. ഇനി അപ്പോസ്തലൻ പൗലോസിനുമൊക്കെ തന്റെ അവസാന വാക്കുകൾ ശ്രദ്ധിക്കണം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, തനിക്കുള്ള സ്വത്ത് കേട്ടോണം, കുറെ പുസ്തകങ്ങളെ, ചർമ്മലിഖിതങ്ങളെ, പിന്നെ ഒരു പുതപ്പ്, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കോടിയുടെ ആസ്തി ഉണ്ടായിരുന്ന പൗലോസ് അവസാനമുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഈ കാലയളവൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഏലിയാവിന്റെയും എലീശയുടെയും സംസാരത്തില് എലീശയ്ക്ക് പറയണം, ഞാൻ നിന്നെ വിടുകയില്ല, യഹോവയാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഏലിയാവിന്റെ ദൈവം പറഞ്ഞു, യോർദാനിലേക്ക് നിന്റെ പുതപ്പ് അടിക്കാൻ പറഞ്ഞു. പുതപ്പടിച്ചു. യോർദാനിലെ നദി 2ആയിട്ട് തിരിഞ്ഞു. അപ്പൊ രണ്ടുപേരും ആ സ്ഥലത്തൂടെ നേരെ അക്കരയ്ക്ക് ചെല്ലുന്നു. കാരണം അക്കരയിൽ നിന്നാണ് ഈ ഏലിയാവിനെ എടുക്കപ്പെടുവാൻ സ്വർഗത്തിന്റെ തീരുമാനം. ഏലിയാവ് അവസാനം ഒരു ചോദ്യം, നീ ഇത്രയും നാൾ എന്റെ കൂടെ നടന്നില്ലേ, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? അവിടെയാണെങ്കിൽ 3-4 സ്ഥാപനങ്ങളുണ്ട്. അതിന്റെ ഉടമസ്ഥാവകാശം എനിക്ക് തരണം, ഒരു വാക്കേ പറഞ്ഞില്ല. എലീശായുടെ മറുപടി, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ലോകത്തിലെ ഒന്നും വേണ്ട. നീ പ്രവർത്തിക്കുമ്പോൾ നിന് വ്യാപാര ശക്തിയുണ്ട്.
ആ ഇരട്ടി ആത്മാവിന്റെ പവർ മാത്രം മതി. എന്തൊരു ഉത്തരമാണ്! പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു ഒരഗ്നിരഥവും, അതിന്റെ പുറകിൽ അഗ്നി അശ്വവും. എന്താണ് അഗ്നിരഥം എന്ന് പറഞ്ഞാല്, അഗ്നി അശ്വം എന്ന് പറഞ്ഞാൽ? കാരണം ഗോളങ്ങളെ താണ്ടിപ്പോകുമ്പോൾ ഈ അഗ്നിരഥത്തിനും അഗ്നി അശ്വങ്ങൾക്കും മാത്രമേ മേൽപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ഒന്ന് ചിന്തിക്കൂ. കാഹളനാദം കേൾക്കുമ്പോൾ നാം രൂപാന്തരപ്പെടുന്നത് എന്തിനാ ചോദിച്ചാൽ, നമ്മുടെ മൺശരീരം മാറി വിൺശരീരമാകുന്നത് ഗോളങ്ങളെ താണ്ടി പോകണമെങ്കിൽ വിൺശരീരമേ സാധ്യമാകുള്ളൂ. ദൈവത്തിനു ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ കൊണ്ടുപോകുന്ന വേളയിൽ എലീശാവൊക്കെ നിലവിളിച്ചു. തന്റെ യജമാനൻ ഇതാ പോകുന്നു. ഉറക്കെ വിളിച്ചിങ്ങനാണ്, എന്റെ പിതാവേ, എന്റെ പിതാവേ. പിന്നെ അവനെ കണ്ടില്ല. എലീശ തകർന്ന മനുഷ്യനായിട്ട് നിൽക്കുമ്പോൾ മുകളിൽ ഏലിയാവിന്റെ പുറത്തെ പതുക്കെ പതുക്കെ കാലേറ്റ് വരുന്നു. അവനെ പുറപ്പെടുത്തു. ആ പുറപ്പെടുത്തിട്ട് ഒരു കാര്യം ചെയ്തു. അതിനെ ഒന്ന് മടക്കി യോർദാനിലെ വെള്ളത്തെ ഒരടി കൊടുത്തു. അവരിക്കരെ വന്നതുപോലെ അക്കരയ്ക്ക് പോകത്തക്കവണ്ണം ഉണങ്ങിയ നിലമായിരുന്നു. അവിടെ ഒരു പ്രത്യേക പ്രയോഗം എലീശ പറയുന്നുണ്ട്. ഏലിയാവിന്റെ ദൈവം എവിടെ? നോക്കിക്കേണം. ആ ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചപ്പോൾ രണ്ടായി പിളർന്നു. ഒരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഏലിയാവിന്റെ അവസാനത്തെ അത്ഭുതം എന്ന് പറയുന്നത് യോർദാനെ രണ്ടായിട്ട് വിഭാഗിച്ചു. എലീശയുടെ ഒന്നാമത്തെ അതിശയം ഏലിയാവ് ചെയ്ത അവസാനത്തെ അത്ഭുതമായിരിക്കുന്ന യോർദാനെ രണ്ടായിട്ട് വിഭജിച്ചു. ഒരു കാര്യം ഓർക്കണം, എന്റെ ദൈവം എന്ന് പറഞ്ഞില്ല, ഏലിയാവിന്റെ ദൈവം എവിടെ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം എത്ര നല്ല ദൈവമാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അധികം താമസമില്ല. പോകുവാൻ ഒരുങ്ങുക. ഭാരതത്തിൽ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അതിന്റെ അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.